ഞാൻ ഡോക്ടർ ഉമ്മർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോളജി. ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം നമ്മൾ അറിയാലോ, അത് ലോകത്തെമ്പാടുള്ള ഒരു അസുഖമാണ്. പല കാരണവും ഈ അപസ്മാരത്തിനുണ്ട്. അപ്പോൾ പല കാരണങ്ങളും ഉള്ള ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് ഭക്ഷണത്തെക്കുറിച്ചും അതിന്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചില പ്രത്യേകം അപസ്മാരമുണ്ട്. പ്രൈമറി ഈറ്റിംഗ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർക്ക് അപസ്മാരം വരിക. ചില ചിക്കൻ കഴിക്കുമ്പോഴോ, പായസം കുടിക്കുമ്പോഴോ, ചോറ് കഴിക്കുമ്പോഴോ, മധുരം കഴിക്കും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ പ്രത്യേകിച്ചുള്ള ഭക്ഷണം അവർ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണ് അപസ്മാരം വരുന്നതെങ്കിൽ ആ ഭക്ഷണം മെല്ലെ, അല്ലെങ്കിൽ ഒന്നുകിൽ വേറെ ഡിഫറെന്റ് ഫോമിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മെല്ലെ കഴിക്കുക, പെട്ടെന്ന് ആർത്തിയോട് കഴിക്കാതിരിക്കുക. അങ്ങനെ പല ഏതൊക്കെ ഫുഡ് കൊണ്ട് അപസ്മാരം വരുന്നുണ്ടെങ്കിൽ ആ ഫുഡ് മാറ്റുകയാണ് ഏറ്റവും ഉത്തമം. രണ്ടാമതായിട്ട് പല ആൾക്ക് അപസ്മാരം വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മരുന്നുകൾ വിട്ടുപോകുക. മരുന്നുകൾ വിട്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും എല്ലാ ദിവസവും ഒരു 3-4 കേസുകൾ മരുന്ന് വിട്ടുപോയിട്ട് വരുന്നത്. അപ്പോൾ മരുന്ന് വിടാതിരിക്കുക, അതാണ് ലൈഫ് സ്റ്റൈലിൽ ഒന്നാമത്തത്. രണ്ടാമത്തത് ഉറക്കം ഒഴിക്കാതിരിക്കുക. പല ആളുകളും എന്താ വെച്ചാൽ രാത്രി യാത്ര ചെയ്യും, ഉറക്കം ക്ലിയർ ആവില്ല, അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു ഫിറ്റ്സ് അടിക്കും. ഇപ്പോൾ ടൂറിന് പോയി അവിടെ ബസ്സിലെല്ലാം പോകും, അവിടെ എത്തിയിട്ട് ഒരു അപസ്മാരം. അപ്പോൾ അവിടെ നമ്മുടെ യാത്ര തന്നെ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഉറക്കം ഒഴിവാക്കാതിരിക്കുക, കറക്റ്റായിട്ട് ഉറക്കം വേണം. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശക്കാതിരിക്കുക. പല ആൾക്കും ഈ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് ചിലപ്പോൾ ഇത് പ്രെസിപ്പിറ്റേറ്റഡ് ആവാം. അപ്പോൾ ഉറക്കം ഒഴിക്കാതിരിക്കുന്ന കൂടെ തന്നെ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക. പിന്നെ ചില ട്രിഗേഴ്സ് ഉണ്ട്. ചില ആൾക്ക് ഇങ്ങനെ ഈ വെളിച്ചം വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫിറ്റ്സ് വരും, ഒച്ച കേൾക്കുമ്പോൾ ഫിറ്റ്സ് വരും, പെട്ടെന്ന് പ്രത്യേക തരത്തിലുള്ള TV കാണുമ്പോൾ ഫിറ്റ്സ് വരും. ചില ട്രിഗർ ഇൻഡ്യൂസ്ഡ് എപ്പിലെപ്സി ഓർ റിഫ്ലെക്സ് എപ്പിലെപ്സി എന്ന് പറയും. ചൂടുവെള്ളം കൂടെ കുളിക്കുമ്പോൾ ഫിറ്റ്സ് വരാം, അല്ലെങ്കിൽ അതുപോലത്തെ പ്രത്യേക ചെസ് കളിക്കുമ്പോഴേ, കണക്ക് കൂട്ടുമ്പോഴേ, പ്രത്യേകിച്ച് ആലോചിക്കുമ്പോഴേ, ഇങ്ങനെ പലതരത്തിലുള്ള റിഫ്ലെക്സ് എപ്പിലെപ്സീസ് ഉണ്ട്. ഈ റിഫ്ലെക്സ് എപ്പിലെപ്സി ഉണ്ടെങ്കിൽ ആ കാരണങ്ങളെ അവോയ്ഡ് ചെയ്താൽ മാത്രമേ അത് മാറുള്ളൂ. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ അപസ്മാരം ചികിത്സിച്ചാൽ മാറുന്നതാണ്. ഇത് ഏതൊരു അപസ്മാരമാണ് നമ്മൾ കണ്ടുപിടിക്കണം, അതിൽ ഏതൊരു മരുന്നാണെന്ന് ക്ലിയർ ആയിട്ടുള്ള മരുന്നുകൾ വേണം, പിന്നെ കറക്റ്റുള്ള ഡോസ് വേണം, കറക്റ്റുള്ള ഡ്യൂറേഷൻ വേണം. പിന്നെ ഇത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, കറക്റ്റായുള്ള മരുന്ന് കഴിക്കുക, നല്ലൊരു ജീവിത ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഉറക്കം അഡിക്വേറ്റ് വേണം, ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുക. ഏതെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിഗർ ഫാക്ടേഴ്സോ ഈ ഫിറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, പിന്നെ വേറൊന്ന് പറയാനുള്ളത്, പല ആളുകളും ഈ ഓയിലല്ലേ, യൂക്കാലിപ്സ് ഓയിൽ അതുപോലത്തെ ഓയിലെല്ലാം യൂസ് ചെയ്യും, അത് കൊണ്ടും ചില ആൾക്ക് ഫിറ്റ്സ് വരാം. അതൊന്നും അങ്ങനെ ഫിറ്റ്സ് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. പിന്നെ അതുപോലെ ചില കണ്ണിൽ ഡ്രോപ്സ് വരുമ്പോൾ ഫിറ്റ്സ് വരാം, അല്ലെങ്കിൽ ചില NSAIDs, ഡൈക്ലോഫെനാക്ക്, അതുപോലത്തെ മരുന്ന് കഴിക്കുമ്പോൾ ചിലർക്ക് ഫിറ്റ്സ് വരും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വല്ല ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് അത് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.